ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാമ്മ ഫോണും കൊണ്ട് വേദയെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അന്നേരം മാഷ് വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു തെറ്റ് തിരുത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോവാതെ നോക്കണം. ആ വാസവൻ കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പോലീസുകാർക്ക് നിന്നോടുള്ള ശത്രുത മാറിയിട്ടില്ല. അവർ അവസരം വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ്. അവസാനം വേദ മലമുകളിലും നീ ഇവിടെ അകത്തും ആവാൻ പാടില്ല. അന്നേരം വിക്രം പറയും, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഇത് വേദയുടെയും കൂടെ തീരുമാനമാണ്, എൻ്റെ മാത്രം തീരുമാനമല്ല. ആ സമയം വിക്രം പറയാണ്, ശരി അച്ഛാ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പം മാഷ് പറയും, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം, ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഷ് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ശ്രീജൻ്റെ അടുത്ത് പറയും, ശ്രീജ ഇവന് 2 ചപ്പാത്തിയും കൂടെ കൊടുക്കുമെന്ന്. വേണ്ട എടുത്തി, ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നെ കാണിക്കുന്നത് വേദയും കമലാമ്മയും കൂടെ ഫോണിൽ സംസാരിക്കുന്നതാണ്. വേദന വിളിക്കുന്ന സമയത്ത് കമലാമ്മ നല്ലപോലെ കരയാണ്. അപ്പോൾ വേദ പറയും, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ കമലാമ്മ പറയും, മോളെ എത്ര ദിവസമായി നിന്റെ സൗണ്ട് ഒന്ന് കേട്ടില്ല അമ്മ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ വേദ. ഞങ്ങൾ വേഗം തിരിച്ചു വരാം അമ്മ, അനിയൻകുട്ടനൊന്ന് സുഖമാവട്ടെ, അവന് സുഖമായി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം തിരിച്ചു വരും, അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറയും. എന്നിട്ട് വേദ പറയും, അമ്മ ഫോൺ വെച്ചോന്ന്. അങ്ങനെ ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിക്രം പുറത്തേക്ക് വരികയാണ്. അപ്പം വിക്രം പറയും, എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം കമലാമ്മയെ എങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ വിക്രം. കമലാമ്മ ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രവും രാജേട്ടനും ഇങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ നമ്പർ അന്വേഷിച്ച് പോയതാണ്. അങ്ങനെ പിന്നെ വഴിയിൽ നിന്ന് ജോസഫിനെ അവർ കാണുന്നുണ്ട്. ജോസഫ് ജീപ്പിൽ കയറുന്നുണ്ട്. എന്നിട്ട് ജോസഫ് പറയും, ശ്രീലക്ഷ്മിയുടെ നമ്പർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രാജേട്ടൻ ചോദിക്കും, എങ്ങനെ ഒപ്പിച്ചിടാന്ന് ഈ നമ്പർ? അതൊക്കെ ഒപ്പിക്കാനാണോ രാജേട്ട പണി എന്ന് ജോസഫ് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ആ നമ്പർ വിക്രമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ജോസഫ്. അപ്പോൾ രാജേട്ടൻ വീണ്ടും ചോദിക്കുക, എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചു? എന്നിട്ട് ജോസഫ് പറയും, അന്ന് വിക്രം കല്യാണം മുടക്കിയ സമയത്ത് വീഡിയോ വൈറലായിട്ടില്ലായിരുന്നോ? ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, പിള്ളസാറിൻ്റെ പെങ്ങളെ മോളാണ് ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന പെണ്ണ് എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണ് പഠിച്ച കോളേജ് ഇന്നതാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതുവഴിയിട്ടുള്ള അന്വേഷണം നടത്തി. അങ്ങനെ അവിടെ നിന്ന് ആ അന്വേഷണത്തിൽ നിന്ന് ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരുടെ ഒരു നമ്പർ കിട്ടി. അവളാണ് എനിക്ക് ഈ പുതിയ നമ്പർ വിട്ടു തന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ വേഗ നമ്പറിൽ ശ്രീലക്ഷ്മിനെ വിളിക്കുകയാണ്. ശ്രീലക്ഷ്മി ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട്. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പം ശ്രീലക്ഷ്മിക്ക് ആരാന്ന് മനസ്സിലായില്ല. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ ഒരു വോയിസ് നോട്ട് അയക്കാം, അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ശ്രീലക്ഷ്മി ആ വോയിസ് നോട്ട് കേൾക്കുകയാണ്. അത് കേട്ട പാടന്നെ അവൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം സന്തോഷിൻ്റെ ഒരു വോയിസ് ആയിരുന്നു അത്. ശ്രീലു എന്ന് വിളിച്ചിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവൾ ആകെ അങ്ങോട്ട് പെട്ടെന്ന് ഷോക്കായി പോവാണ്. എന്നിട്ട് സന്തോഷ് പറയുന്നുണ്ട്, ശ്രീലു എത്ര നാളായി നിന്നെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നു, പഴയ നമ്പറിൽ ഞാൻ നിന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, അതിൽ വിളിച്ചിട്ട് കിട്ടണില്ല. ഞാനിപ്പോൾ ഇവിടെ ഇടുക്കിയിലുണ്ട്, ടീ എസ്റ്റേറ്റിൻ്റെ മാനേജറാണ്. അന്ന് നമ്മുടെ കല്യാണം മുടക്കിയിട്ടില്ലായിരുന്നോ വിക്രം? അവനും അവൻ്റെ ഭാര്യയും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ടീ എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഇപ്പം നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരാണ് ഇപ്പം നമ്മുടെ കല്യാണം നടത്തി തരാൻ തീരുമാനിച്ചിട്ടുള്ളത്. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉള്ള ഒരു വോയിസ് ആയിരുന്നു അത്. പിന്നെ വിക്രം വിളിച്ചിട്ട് പറയും, ഞാനിപ്പോൾ തന്നെ സന്തോഷിൻ്റെ നമ്പർ അയക്കാം, അതിൽ ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ശ്രീലക്ഷ്മി വേഗം സന്തോഷിനെ വിളിക്കുകയാണ് കേട്ടോ. സന്തോഷ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പം ശ്രീലക്ഷ്മി ഒന്നും സംസാരിക്കുന്നില്ല, അവളിങ്ങനെ കരയാണ്. അപ്പോൾ തന്നെ സന്തോഷിന് വേഗം ആളെ മനസ്സിലാകും. അങ്ങനെ സന്തോഷ് ശ്രീലു എന്ന് വിളിക്കുകയാണ്. ശ്രീലു, താനിങ്ങനെ കരയല്ലേ, എത്ര നാളായി തൻ്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്, ഈ ഒരു ശബ്ദം കേൾക്കാൻ ഞാൻ എത്ര നാളായി കൊതിച്ചിരിക്കുന്നതെന്ന് അറിയോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് സന്തോഷ് പറയും, ഇപ്പോൾ നമ്മുടെ കല്യാണം ഒരിക്കൽ മുടക്കിയ കല്യാണം അവർ വീണ്ടും മുന്നിട്ടിറങ്ങി നടത്താൻ പോവുകയാണ്, നീ ഇറങ്ങി വരില്ലേ ശ്രീലു എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും വരും സന്തോഷേട്ടാ എന്ന് പറയുമ്പോൾ സന്തോഷിന് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്.
അങ്ങനെ കുറേ നേരമായിട്ടും വിളിക്കാത്തത് കാണുമ്പം ജോസഫ് പറയും, എത്ര നേരമായി, എന്താ ആ ശ്രീലക്ഷ്മി ഇതുവരെ വിളിക്കാത്തത്? അപ്പോൾ വിക്രം പറയും, കുറേ നാളായില്ലേ അവർ തമ്മിൽ സംസാരിച്ചിട്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, എന്നാലും ഇത്ര സമയമോ എന്ന് ജോസഫ് ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയാണ്, അത് പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നിനക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാ. സമയത്തിന് ചിലപ്പോൾ ബോറടിക്കായിരിക്കും, എന്നാൽ പ്രണയിക്കുന്നവർക്ക് ഒരിക്കലും ബോറടിക്കൂല. അപ്പോൾ രാജേട്ടനും ജോസഫും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണേ. അപ്പം തന്നെ ശ്രീലക്ഷ്മി വിക്രമിനെ വിളിക്കുകയാണ്. അപ്പം വിക്രം ചോദിക്കും, താനെന്ത് തീരുമാനിച്ചു, കൂടെ വരാൻ തീരുമാനിച്ചോ? അപ്പോൾ ശ്രീലക്ഷ്മി പറയും, ഞാൻ എന്തായാലും ഇറങ്ങി വരാൻ തയ്യാറാണ്. അപ്പോൾ വിക്രം ചോദിക്കും, സമയം എപ്പോഴാണ്? അപ്പോൾ ശ്രീലക്ഷ്മി പറയാണ്, പകൽ പറ്റില്ല, പകൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും, അതുകൊണ്ട് പകൽ പറ്റില്ല. പിന്നെ രാത്രിയാണെങ്കിലോ, രാത്രി ഇവരൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് സമയമാവും, 2 മണിയൊക്കെ ആവും. അപ്പോൾ വിക്രം പറയും, ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം പറയാം, ഞാൻ വെയിറ്റ് ചെയ്തോളാം എത്ര സമയമാണെങ്കിലും. പിന്നെ ശ്രീലക്ഷ്മി പറയും, ഒരു 3-3:30 ആകുമ്പം ഞാൻ വരാം. അപ്പോൾ വിക്രം പറയാണ്, ശരി, ഞാൻ 3:30 ആകുമ്പം ഗേറ്റിൻ്റെ അടുത്തെത്താം, അപ്പോഴേക്ക് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ കാണിക്കുന്നത് ജോബിനെ, ആ പോലീസുകാരനെയാണ്. അപ്പോൾ ആ പോലീസുകാരൻ ജോബിൻ്റെ അടുത്ത് പറയും, ഞാൻ ഒരാളെ കണ്ടു, മിനിയാന്ന് തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോയപ്പം ഞാൻ അവിടെ വെച്ച് കണ്ടതാണ് ആളെ. പേര് സാബു എന്നാണ്, ഞങ്ങൾ കൂടെ പഠിച്ചതാണ്. ആൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇപ്പം ആൾക്ക് തീരെ വയ്യാതെ കിടക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫണ്ട് സമാഹരിച്ചിട്ട് ഞാനായിരുന്നു അത് കൊടുക്കാനായിട്ട് പോയിരുന്നത്. അവിടെ വെച്ച് പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അന്നേരം ജോബി ചോദിക്കും, ഇതൊക്കെ സാറെന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ എന്തിനപ്പം ഇതൊക്കെ കേൾക്കുന്നത്? കാര്യമുണ്ട്, സാബുവിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ, അത് വെറും ഒരു ആക്സിഡൻ്റ് അല്ല, അത് അവനെ ആക്രമിച്ചതാണ്. ആ വിക്രം ഉണ്ടല്ലോ, അവന് കൊടുത്ത ഒരു ശിക്ഷയാണ്. എന്തായാലും എന്നോട് നേരിട്ട് ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിക്രം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും സാബുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ സാബു മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് നേരിട്ട് ഇടപെടാതെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. എന്താണത്? ആ വേദയുടെ ഒരു ചേട്ടനുണ്ട്, പേര് ശ്രീകാന്ത് എന്നാണ്. ആൾക്ക് കുറച്ച് ബിസിനസ്സും കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പുള്ളിയാണ്. അത്യാവശ്യം പൈസയും ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. ആളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് നല്ല ക്യാഷ് കിട്ടും. അന്നേരം ജോബി പറയും, എനിക്കിപ്പോൾ തൽക്കാലം ക്യാഷൊന്നും വേണ്ട, പക്ഷേ അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും. അപ്പോൾ പോലീസുകാരൻ പറയും, കാശ് നീ വേണ്ടാന്ന് വെക്കണ്ട, നിനക്ക് വേണ്ടാന്നല്ലേ ഉള്ളൂ, ക്യാഷ് നീ വാങ്ങിച്ചോ, എന്നിട്ട് നീ എനിക്ക് തന്നാൽ മതി. അപ്പോൾ ജോബി പറയും, ശരി, എന്തായാലും ഞാൻ പോവും, എനിക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കണം, അവർ എനിക്കിട്ടൊരു പണി തന്നതല്ലേ, അപ്പോൾ തിരിച്ച് അവർക്കിട്ടൊരു പണി ഞാനും കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പിരിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയുടെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ ഞാനാണെന്ന് വിക്രം പറയും കേട്ടോ. അപ്പോൾ വേദ പറയും, മനസ്സിലായി, എന്നിട്ട് എന്തൊക്കെയായി അവിടുത്തെ കാര്യങ്ങൾ? അന്നേരം വിക്രം പറയും, ഇന്ന് രാത്രി ശ്രീലക്ഷ്മിയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരും. ശരിക്കും എങ്ങനെ ഇത്ര പെട്ടെന്നെല്ലാം ശരിയായി? ഉറപ്പായിട്ട് ഇന്ന് വെളുപ്പിന് അവൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എളുപ്പമായിട്ടുണ്ട്. ശരി, എന്തായാലും വിക്രം വെച്ചോ. എന്തിനാ വെക്കുന്നത്? കട്ടാക്കല്ലേ, എനിക്ക് സംസാരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും, അതെ, ഞാൻ പണിസ്ഥലത്താ, അക്കാര്യം മറക്കണ്ട. ആയിക്കോട്ടെ, ആ പണിസ്ഥലത്തെ മാനേജറെ കല്യാണക്കാരിയാണ് നമ്മൾ സംസാരിക്കണേ. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചെന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇവർ സംസാരിക്കുന്നത് കണ്ടിട്ട് ജോസഫ് പറയും, എത്ര നേരമായി ഇവർ സംസാരിക്കുന്നത്, ഇവരെന്താ ഈ സംസാരിക്കുന്നത്, എനിക്കിതൊന്നും ഇഷ്ടമാവണില്ല കേട്ടോ. അന്നേരം രാജേട്ടൻ ചോദിക്കും, മനസ്സിലായി, നിൻ്റെ വീടിൻ്റെ അടുത്ത് എങ്ങാനും മുരിക്കെങ്കിലും ഉണ്ടടാ? മുരിക്കോ? ഇല്ല, അപ്പുറത്തെ ഇക്കാൻ്റെ വീട്ടിലുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നീ നാളെ വരുമ്പോഴേ ആ മുരിക്കിൽ ഒരു 2-3 തവണ കയറി ഇറങ്ങിക്കോ, അപ്പം നിൻ്റെ അസുഖമൊക്കെ മാറുമെന്ന് പറയട്ടോ. അങ്ങനെ വിക്രമാണെങ്കിലോ അങ്ങനെ ചിരിച്ചു കളിച്ച് വേദയോട് സംസാരിക്കുകയാണ്. അപ്പം ഫോൺ കട്ട് ചെയ്യാൻ സമയത്ത് വേദ വിക്രമിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം, എന്താ ഇത്? അപ്പം വേദ ചോദിക്കും, എന്താ പേടിച്ചു പോയോ? അല്ല, പതിവില്ലാത്തതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പതിവില്ലാത്തതൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ വിക്രം പിന്നെ വേദയ്ക്ക് രൂപ കൊടുക്കുകയാണേ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വിക്രം ചായ കുടിക്കുമ്പോൾ ചായ തീരെ ചൂടുണ്ടാവില്ല. അപ്പം വിക്രം ചോദിക്കും, അയ്യേ, ഈ ചായ പറ്റി തണുത്തു പോയി. നേരം ജോസഫ് പറയും, എത്ര നേരമായി നീ കിടന്ന് പ്രണയിക്കാൻ തുടങ്ങിയിട്ട്, ചായ ചൂടാറിയതൊന്നും നീ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഒരു കാര്യം ചെയ്യേ, നീ പ്രണയിച്ച് നെഞ്ചങ്ങനെ തിളച്ച് നിൽക്കല്ലേ, ആ നെഞ്ചത്തോട്ട് അങ്ങോട്ട് വെക്കി ചായ, അപ്പം നല്ല ചൂടായി. അത് കേട്ട പാടെ വിക്രം ചായ നെഞ്ചത്തോട്ട് വെക്കുകയാണ് കേട്ടോ.
അന്നേരം വിക്രം പറയും, ആ ശരിയാ ജോസഫേ നീ പറഞ്ഞത്, ഇപ്പം ചായ കുറച്ച് ചൂടായിട്ടുണ്ട്. അന്നേരം ജോസഫ് പറയും, അയ്യേ ഇവനെന്താ രാജേട്ട ഇങ്ങനെ, വാ രാജേട്ട നമുക്ക് പോകാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവരെ എഴുന്നേറ്റ് പോവാൻ കേട്ടോ. അവർ ശരിക്കും വിക്രമിൻ്റെ മാറ്റം കണ്ടിട്ട് അന്തപ്പെടാണ് കേട്ടോ. വിക്രമാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ പിന്നെ കാണിക്കുന്നത് ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് രാത്രി വിക്രം വരികയാണ്. അങ്ങനെ വാതിൽ തുറന്ന് വിക്രമിനെ കണ്ടപാട് ശ്രീനി സാറിന് നല്ല സന്തോഷം തോന്നുകയാണ്. ശ്രീനി സാറ് ആകെ അന്തപ്പെട്ട് നിൽക്കുകയാണ് വിക്രമിനെ കണ്ടപ്പോൾ. അങ്ങനെ സാറ് ചോദിക്കുകയാണ്, നീ ആയിരുന്നോ, വാ നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. നീ എവിടെയായിരുന്നു ഇത്ര നാളെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, അതൊക്കെ ഉണ്ട് സാറേ, അതൊക്കെ പറയാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനുണ്ട്, അതിനു വേണ്ടി വന്നതാണ് ഇപ്പം ഞാൻ. അങ്ങനെ സാറ് വിക്രമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തിയതിന് ശേഷം വീണ്ടും ചോദിക്കും, നീ എവിടെ ഇരുന്നടാ ഇത്ര നാളും, നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ, നിനക്ക് എന്താ പറ്റിയത്, നീ എന്നെ പിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തതും ഇല്ലല്ലോ. അതൊക്കെ പറയാ ശ്രീനി സാറേ, അത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ. പുളിക്കനെ കൊന്നതോടുകൂടി പിന്നെ അത് അറിയാവുന്ന ഒരേ ഒരു ആൾ അനിയൻകുട്ടൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അനിയൻകുട്ടനെയും കൊണ്ട് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. അവനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, അധികം വൈകാതെ അവന് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ വിക്രം സംസാരിക്കുകയാണ്. പിന്നെ വിക്രം പറയും, എനിക്ക് ഭയങ്കര വിഷമമായി സാറ്, ഇലക്ഷനിൽ ഞാൻ കാരണം ആണല്ലോ തോറ്റുപോയത്. അത് നീയും കാരണമാണെന്ന് ആര് പറഞ്ഞു, ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ശ്രീനി സാറ് വിക്രമിനെ ആശ്വസിപ്പിക്കുകയാണ്. നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വാ, അനിയൻകുട്ടനും വേദമൊക്കെ എവിടെ എന്ന് ശ്രീനി സാറ് ചോദിക്കുകയാണ്. അതൊക്കെ പറയൂ സാറേ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് എന്ന്. എന്നാൽ നീ പറ, എന്താണ് നിൻ്റെ അത്യാവശ്യ കാര്യം. വിക്രമാണെങ്കിൽ ആ കാര്യം പറയാനിങ്ങനെ മടിച്ചു നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.